BC 5 പേർഷ്യൻ എംപയറിന്റെ കാലത്ത് ജനിച്ച ഹെറാക്ലീറ്റസ് എന്ന തത്വശാസ്ത്രജ്ഞന്റെ വാക്കുകൾ. ഒരു യുദ്ധക്കളത്തിലേക്ക് നോക്കുവിൻ. ഓരോ 100 പടയാളികളിലും 10 പേർ അവിടെയുള്ളതിൽ യാതൊരു അർത്ഥവുമില്ല. അതിൽ 80 പേർ എതിരാളിയുടെ ഇരകളാവാനുള്ള ചാവുമൃഗങ്ങൾ മാത്രമാണ്. 9 പേർ മാത്രമാണ് യുദ്ധം ചെയ്യുന്നത്. അവരാണ് പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ 100 പേരിൽ ഒരാൾ മാത്രമാണ് യോദ്ധാവ്, ഒരേ ഒരാൾ. അയാളാണ് ഈ യുദ്ധം നയിക്കുന്നത്. ദാറ്റ് വൺ ഈസ് ദ വാരിയർ. ഇൻസ്പയറിംഗ് ഫ്രീക്ക്, ഡോണ്ട് ഗിവ് അപ്പ് യുവർ ഡ്രീംസ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഡേവിഡ് ഗോഗിൻസ് അമേരിക്കയുടെ ഏറ്റവും മികച്ച അത്ലറ്റുകളിൽ ഒരാളാണ്. ഒപ്പം തന്നെ സൈക്ലിസ്റ്റും ഒരു മോട്ടിവേഷണൽ സ്പീക്കറും ഇറാഖ് യുദ്ധക്കളത്തിൽ പങ്കെടുത്തിട്ടുമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ അമൂല്യ ശേഖരമാണ് അദ്ദേഹം രചിച്ച കാൺട്ട് ഹേർട്ട് മീ എന്ന പുസ്തകം. എന്നെ നിങ്ങൾക്ക് മുറിപ്പെടുത്താൻ കഴിയില്ല. ആത്മവിശ്വാസവും കഠിനാധ്വാനവും പരിശീലിച്ച് സ്വന്തം ജീവിതം പടുത്തുയർത്തിയ ഗോഗിൻസ് പറഞ്ഞു തരുന്ന ജീവിത പാഠങ്ങളാണ് ഈ പുസ്തകത്തിൽ. പ്രധാനപ്പെട്ട 5 കാര്യങ്ങളായി ഈ പുസ്തകത്തെ സംഗ്രഹിക്കുകയാണ് ഇവിടെ. ഒന്നാമത്തെ കാര്യം, മീഡിയോക്രിറ്റി ഈസ് അട്രാക്റ്റീവ്. മീഡിയോക്രിറ്റി മനുഷ്യരെ ഇന്ന് ഒരുപാട് ആകർഷിക്കുന്ന സമയമാണ്. മീഡിയോക്രിറ്റി എന്നാൽ ശരാശരിയിൽ ജീവിക്കുക. മികച്ചതാവാനുള്ള ആഗ്രഹമില്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് മനുഷ്യനിന്ന് പ്രവണത. മീഡിയോക്രിറ്റി എല്ലായിടത്തും സർവൈവ് ചെയ്തു പോകാൻ സാധ്യത കൂടുതലാണ്. എല്ലായിടത്തും വിജയിക്കാൻ ചാൻസ് കൂടുതലാണ്. എങ്ങനെയെങ്കിലും ഒരു ചെറിയ ജോലി, സുരക്ഷിതമായൊരു ശമ്പളം, ജോബ് സെക്യൂരിറ്റി, ഇതൊക്കെയാണ് ഇന്നെല്ലാവരും ആഗ്രഹിക്കുന്നത്. കേൾക്കുമ്പോൾ സുഖം പോലെ തോന്നുമെങ്കിലും അതൊരു ഐസ്ക്രീം രൂപത്തിൽ നമ്മൾക്ക് നേരെ നീട്ടി യാഥാർത്ഥ്യത്തിൽ നമ്മളെ നശിപ്പിക്കുകയാണ്. ക്രിയേറ്റിവിറ്റിയും എത്താവുന്ന ഉയരങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളും മീഡിയോക്രിറ്റി നമ്മളിൽ നിന്ന് തടഞ്ഞു വയ്ക്കുന്നു. മീഡിയോക്രിറ്റി നമ്മളെ പിന്നോട്ട് വലിക്കുന്നു. ശരാശരിയുടെ ആകർഷകത്വത്തിൽ കുടുങ്ങിപ്പോയി നമ്മുടെ യഥാർത്ഥ വലുപ്പം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രാക്ടീസ് ഡിസ്കംഫേർട്ട്. എല്ലാവരും കംഫർട്ട് സോണിൽ, സുരക്ഷിതമായ സോണിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിൽ റിസ്കുകളില്ല, ചലഞ്ചുകളില്ല, എല്ലാം സേഫാക്കി വെക്കുന്നു. പക്ഷെ ഗോഗിൻസ് പറയും, ഞാൻ ജീവിതത്തിൽ സ്ഥിരം എന്നെ തന്നെ കംഫർട്ട് സോണിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയും. മഞ്ഞ് കട്ടകട്ടയായി ആകാശത്തുനിന്ന് പെയ്യുമ്പോൾ പോലും ഞാൻ എൻ്റെ ഓട്ടത്തിനുള്ള ഷൂ കാലിലെടുത്തിടും. മഴ പെയ്താൽ മഴയത്തും മൂടും. എക്സ്ക്യൂസ് പറയാനോ കംഫോർട്ട് സോണിൽ ഇരിക്കാനോ ഒരിക്കലും ഞാൻ എന്നെ തന്നെ അനുവദിച്ചിട്ടില്ല. നീണ്ടകാലം എന്നെ തന്നെ ഇങ്ങനെ നിർബന്ധിച്ചാണ് ഇന്നത്തെ ഉയരത്തിൽ ഞാൻ എത്തിയിട്ടുള്ളത്. മുഹമ്മദ് അലിയും പ്രാക്ടീസ് സമയത്ത് സ്വയം പറഞ്ഞിട്ടുണ്ട്, സഫർ നൗ ആൻഡ് ലീവ് ലൈക്ക് എ ചാമ്പ്യൻ എന്ന്. മുഹമ്മദ് അലിയെ പറ്റി നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, അക്കൗണ്ടബിലിറ്റി മിറർ. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു കാര്യമാണിത്. ഒരു വലിയ കണ്ണാടിയിലാണ് ഞാൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഗോൾസും ഒട്ടിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും ആ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഉത്തരം പറയേണ്ടി വരുന്നു. ആ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ, എൻ്റെ തന്നെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ശക്തി കിട്ടും, വലിയൊരു ഊർജ്ജം നിറയും. ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി വിയർക്കാൻ എന്നെ തന്നെ ഒരുക്കും, തയ്യാറാക്കും. ആസ് എ റിസൾട്ട് ഐ ബിക്കം ടഫർ ആൻഡ് ബീയിങ് ടഫ് ആൻഡ് റിസൈലൻറ്റ് ഹെൽപ്പ് മീ മീറ്റ് മൈ ഗോൾസ്. നാലാമത്തെ പോയിന്റ്, 40% തിയറി. ഭൂമിയിൽ ജീവിക്കുന്ന അധികം ആളുകളും അവരുടെ കഴിവിൻ്റെ, കപ്പാസിറ്റിയുടെ 40% മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിനപ്പുറം പോകാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് നമ്മുടെ മാക്സിമം എഫോർട്ട് എന്നാണ്. പക്ഷേ സത്യത്തിൽ ഇനിയും നമ്മുടെ 60% ബാക്കി കിടക്കുകയാണ്. നമ്മുടെ കഴിവിൻ്റെ, കപ്പാസിറ്റിയുടെ 60% ബാക്കി കിടക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ നമ്മുടെ പെയിൻ ടോളറൻസ് നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. സ്ട്രെച്ച് ദ പെയിൻ ടോളറൻസ്. നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന, പിന്നോട്ട് വലിക്കുന്ന, ചെറുതാക്കുന്ന കഥകളും തിയറികളും ഒക്കെ നമ്മൾ മാറ്റിവെക്കണം. എന്നെക്കൊണ്ട് ഇത്രമേ കഴിയുള്ളൂ, മനുഷ്യന് ഇത്രയൊക്കെ പരിശ്രമിക്കാൻ കഴിയുള്ളൂ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെ പതിയെ പതിയെ നമ്മൾ 60%-ത്തിലെത്തും, പിന്നെ 80%. അങ്ങനെ നമ്മളെ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അഞ്ചാമത്തെ കാര്യം, ദ സീക്രട്ട് കുക്കി ജാർ. മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രശ്നമാണ് കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോവുക, ഇടയ്ക്കിടയ്ക്ക് തളർന്നു പോവുക, ഡീമോട്ടിവേറ്റഡ് ആവുക എന്നൊക്കെയുള്ളത്. ഒരു സെൽഫ് ഡൗട്ട് വരുന്നു, ആത്മവിശ്വാസം പോകുന്നു, കോൺഫിഡൻസ് പോകുന്നു, മുമ്പോട്ട് പോകാൻ ഊർജ്ജം കിട്ടുന്നില്ല. സംശയങ്ങളാണ് മനസ്സിൽ മുഴുവൻ. നമ്മുടെ ബോഡി റിഫ്രഷ് ചെയ്യാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് പോകും, ഒരു കുക്കീസ് എടുത്ത് കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലും ഒരു കുക്കി ജാർ വേണം, നമ്മളെ റിലാക്സ്ഡ് ആക്കാൻ. ഈ കുക്കി ജാറിലുള്ളത് നമ്മൾ ഓൾറെഡി ജീവിതത്തിൽ അക്കംപ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെക്കൊണ്ട് പറ്റും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ. എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ കുക്കീസ് കാണും എന്നുള്ളതാണ് സത്യം. അത് കണ്ടുപിടിച്ച് വെക്കണം, ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. ഇത് നമ്മളെ തന്നെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കും. നമ്മുടെ നേട്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ വീണ്ടും ചെയ്യാൻ നമുക്ക് തന്നെ ഒരു ശക്തി കിട്ടും, ഒരു സെൽഫ് ബിലീഫ് നമുക്ക് തിരിച്ചു കിട്ടും.
ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി എ ബിഗ് വിക്ടറി എയ്തർ, ഇറ്റ് ക്യാൻ ബി സംതിങ് സ്മോൾ ഇവൻ. ഇതാണ് ഡേവിഡ് ഗോഗിൻസിൻ്റെ കാൺ ഹേർട്ട് മീ എന്ന പുസ്തകത്തിൻ്റെ ഹൃദയഭാഗം. ഗോഗ്സിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലും ഹെൽപ്ഫുൾ ആവട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 5 കാര്യത്തിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.